ഈ ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ BJP ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വലിയ രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ PC ജോർജിൻ്റെ ചില സംസാരങ്ങൾ, ചില പരാമർശങ്ങൾ അതൊക്കെ ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റാൻ ഇടയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും സമസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം പ്രത്യേക പരിശ്രമമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് BJPയുടെ കാര്യകർത്താക്കന്മാരെന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും അവർ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തരത്തിൽ PC ജോർജ് തന്നെ ആ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധിക്കുന്ന വിഷയമല്ല. ജനങ്ങൾ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ കേന്ദ്ര സർക്കാരിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അവരാഗ്രഹിക്കുന്നുണ്ട് മോദിജിയുടെ വികസന പദ്ധതികൾ ഓരോ പഞ്ചായത്തിലും ഗ്രാമാന്തരങ്ങളിലും എത്തണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ജനങ്ങൾ വികസനത്തിനോടൊപ്പം യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിനോടൊപ്പമുള്ള യാത്രയിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും നിയോജകമണ്ഡലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും മോദിജിയുടെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി BJPയുടെ പ്രവർത്തകന്മാർ അതിശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകും. ജനങ്ങൾ ഇരു കൈയും നീട്ടി BJPയെ സ്വീകരിക്കുവാൻ കേരളത്തിൽ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 2024 ലോക്സഭയിൽ നമ്മൾ കാണാനായിട്ട് സാധിച്ചത്.